ജനുവരി 25 മാർക്കോസ് 16:15 മുതൽ 18 വരെ വാക്യങ്ങൾ. ഇന്ന് തിരുസഭ വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ മാനസാന്തര തിരുനാൾ ആഘോഷിക്കുന്നു. പുരാതന റോമിൻ്റെ നഗരമതിലുകൾക്ക് പുറത്ത് സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ കാറ്റക്കോമിൽ നിന്ന് പൗലോസ് അപ്പോസ്തലൻ്റെ തിരുശേഷിപ്പുകൾ അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം നിർമ്മിച്ച ഗ്രേറ്റ് ബസിലിക്കയിലേക്ക് മാറ്റുന്നതാണ് ഈ ദിവസത്തെ തിരുനാളിൻ്റെ ആദ്യകാല ആഘോഷങ്ങൾ. സെയിൻറ്റ് പോൾസിൻ്റെ തിരുശേഷിപ്പുകൾ അടങ്ങിയ ശവപ്പെട്ടി നൂറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായി കുഴിച്ചെടുത്തതായി 2006 പ്രഖ്യാപിക്കപ്പെട്ടു. ഇന്നത്തെ ബസിലിക്കയുടെ അൾത്താരയ്ക്ക് കീഴിൽ അത് പൊതുജനങ്ങൾക്കായി തുറന്നു. എല്ലാ വർഷവും ഈ ദിനത്തിൽ മാർപ്പാപ്പ ഈ ബസിലിക്കയിൽ സായാഹ്ന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നു. വിശുദ്ധ പൗലോസിൻ്റെ ജീവിതം മുഴുവൻ ഒരു പ്രത്യേക അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. ദമാസ്കസിലേക്കുള്ള വഴിയിൽ യേശുവുമായുള്ള കൂടിക്കാഴ്ചയായിരുന്നു അത്. ഒരു ഞൊടിയിടയിൽ തൻ്റെ ചലനാത്മക വ്യക്തിത്വത്തിൻ്റെ എല്ലാ തീക്ഷ്ണതയും ഒരു ബോക്സറുടെ വീര്യം പോലെ പാഴായി പോകുന്നത് അവൻ കണ്ടു. ഒരുപക്ഷെ ഏതാനും വയസ്സ് തന്നേക്കാൾ പ്രായമുള്ള യേശുവിനെ പൗലോസ് ഒരിക്കലും കണ്ടിട്ടില്ലായിരിക്കാം. എന്നാൽ സഭയെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ യേശു നിലകൊണ്ടിരുന്ന എല്ലാ തത്വങ്ങളോടും തീക്ഷ്ണതയുള്ള ഒരു വിദ്വേഷം പൗലോസ് സമ്പാദിച്ചു. വീടുതോറും കയറി സ്ത്രീകളെയും പുരുഷന്മാരെയും വലിച്ചിഴച്ച് തടവിലാക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ പൗലോസ് തന്നെ തടവിലാക്കപ്പെട്ടു. യേശു അവൻ്റെ എല്ലാ ഊർജവും ഒരു ലക്ഷ്യത്തിലേക്ക് വിനിയോഗിച്ചു. അനുരഞ്ജന ശുശ്രൂഷയിൽ ക്രിസ്തുവിൻ്റെ അടിമയായി ഒരേ ഒരു രക്ഷകരേ ഉള്ളൂ എന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സഹായിക്കുവാനുള്ള ഒരു ഉപകരണമായി അവനെ മാറ്റി. പൗലോസിൻ്റെ ദൈവശാസ്ത്രം ഈ വാക്കുകളാൽ നിർണയിക്കപ്പെട്ടിരിക്കുന്നു: നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. താൻ ഇത്രയും നാൾ അന്ധമായി പിന്തുടർന്നിരുന്ന എല്ലാറ്റിൻ്റെയും ഉത്തരം യേശുവിൽ അവൻ കണ്ടെത്തി. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് യേശു 11 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതായി കാണാം. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകം മുഴുവൻ പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുവേൻ. തുടർന്ന് യേശു കൂട്ടിച്ചേർത്തു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വീണ്ടും അപ്പോസ്തലന്മാരോട് പറഞ്ഞു, അവർക്ക് അസാധാരണമായ അടയാളങ്ങൾ ചെയ്യാൻ കഴിയും. അവൻ്റെ നാമത്തിൽ അവർ പ്രസംഗിക്കും, പിശാചുകളെ പുറത്താക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും. അവർ സർപ്പങ്ങളെ എടുത്ത് വിഷം കുടിച്ചാലും ഉപദ്രവിക്കില്ല. കൂടാതെ അസുഖമുള്ള ആരെയും സുഖപ്പെടുത്താനുള്ള കഴിവും അവർക്ക് ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഇതേ വാക്കുകൾ തന്നെയാണ് ഇന്ന് യേശു നമ്മോടും പറയുന്നത്. നാം കണ്ടുമുട്ടുന്ന എല്ലാവരോടും സദ്വാർത്ത അറിയിക്കാൻ അവൻ നമ്മെ വിളിക്കുന്നു. നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും നമുക്കത് ചെയ്യാം. വ്യക്തികളോടുള്ള നമ്മുടെ കരുതലും ശ്രദ്ധയും അവരുടെ ഏകാന്തതയിൽ നിന്ന് സുഖപ്പെടുത്താൻ അവരെ സഹായിക്കും. ഒരുപക്ഷെ
അവരുമായുള്ള സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ അവരിൽ ഉള്ള ഭൂതത്തെ നമുക്ക് പുറത്താക്കാനും സാധിക്കും. ഇന്ന് ആ സദ്വാർത്ത പ്രഘോഷിക്കാൻ യേശു നമ്മെ വിളിക്കുകയാണ്. അവൻ്റെ വിളിക്ക് നമ്മൾ ഉത്തരം നൽകുമോ? എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.